ഹലോ. ഞാനിന്ന് ഡ്രോയിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡായിട്ടാണ് വന്നേക്കുന്നത്. അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇത് ഏകദേശം 800 ചില്ലാൻ രൂപയോളം അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് നമ്മൾ വരച്ചതിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റായിട്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ്. വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു എനിക്കിത് തന്നത് കേട്ടോ. പിന്നെ ഇത് കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് സാധനം തന്നെയാണ്. നമുക്ക് നല്ല പാക്കിങ്ങൊക്കെ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തത് ബ്ലാക്ക് ഇതാണ്, സ്റ്റാൻഡാണ്. പിന്നെ അത് കൂടാതെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, കളറാണ്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു എനിക്ക് പെട്ടെന്ന് തന്നെ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് വലിച്ച് നീട്ടാൻ പറ്റുന്നതാണ്. ഇത് പക്ഷേ ഇപ്പോൾ ഫുൾ ലെങ്ത്താണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇരുന്ന് വരയ്ക്കാൻ വേണ്ടിയുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ഇതാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി നിന്നിട്ട് ഓരോ ആംഗിൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ചെയ്യാൻ, നല്ലതാണ്. പിന്നെ അടുത്തത് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് മേളിൽ നമുക്ക് ക്ലിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, ബോർഡ് അനങ്ങാതിരിക്കാൻ വേണ്ടി. ഇതൊരു ഇതാണ്, അതൊരു മെറ്റൽ പീസിൽ നമ്മൾ വെക്കണതാണ്. അത് കറക്റ്റ് ആ സ്ക്രൂവിലേക്ക് കയറ്റി വയ്ക്കാവുന്ന 2 നട്ടുണ്ട് അവിടെ. അത്യാവശ്യം നല്ലതാണ്, വരയ്ക്കുന്നവർക്ക് നല്ലതാണ് ഇത്. പിന്നെ നമ്മൾ 2 സ്റ്റാൻഡിലിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഹോൾഡ് മടക്കിയിട്ട് നമ്മൾ അതിൽ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ അത്യാവശ്യം നമ്മളെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട്, ഇതിപ്പോൾ തീരെ നമ്മൾ ടേബിളിലൊക്കെ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റാക്കി വയ്ക്കുക. എനിക്കിപ്പോഴും കംഫർട്ട് ടേബിളിൽ വെച്ച് വരയ്ക്കുന്നതാണ്, അടിപൊളിയാണ്. നമ്മളൊരു പടം അതുകൊണ്ട് ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു പടം വരച്ചിട്ടുണ്ട്. ചുമ്മാ റഫ് സ്കെച്ചാണ് കേട്ടോ. ജസ്റ്റ് വെറുതെ കുറച്ച് കുത്തി വരച്ചിട്ട് വരച്ചതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.